ചില കയ്യാങ്കളിയിലേക്ക്, തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു, സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ മാധ്യമപ്രവർത്തകരുമായി ചിലർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. പോലീസ് അവരെ പിടിച്ചു മാറ്റുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇങ്ങനെയൊരു സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലേക്കും പോയത് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. നടരാജ് പരശുറാം അവിടെ ആ ബൂത്തിൽ നിന്ന് വിവരങ്ങൾ നൽകും. നടരാജ്, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വോട്ട് ചെയ്യാനെത്തി വോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം നൽകിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ വിരലിൽ സമയം നിഷേധിക്കുകയായിരുന്നു. എന്താണ് സംഘർഷത്തിന്, എങ്ങനെയാണ് സംഘർഷത്തിന് തുടക്കമായത്? ദിവ്യ, കണ്ണംകുളം സ്വദേശിനിയായ അക്ഷയ ഉച്ച മുതൽ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയതാണ്. ഈ യുവതിയുടെ കയ്യിൽ വിരലിൽ മുറിവുണ്ടായിരുന്നു. ഈ വിരലിൽ മുറിവുമായി എത്തിയ യുവതിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇതുവരെ നിഷേധിക്കപ്പെടുകയായിരുന്നു. ഇടത്തെ കൈയിലെ ചൂണ്ടുവിരലിൽ മുറിവായതുകൊണ്ട് മഷി പതിപ്പിക്കാനാകില്ല എന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞത്. 1 മണിക്ക് എത്തിയ യുവതിക്ക് ഇത്ര സമയം വരെ വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. മിക്സിയിൽ കൈ കുരുങ്ങിയത് കൊണ്ട് വിരലിൽ 15 സിസ്റ്റുമായാണ് യുവതി എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ LDF UDF പ്രവർത്തകരൊക്കെ തന്നെ വലിയ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരുന്നു. അല്പസമയം മുമ്പാണ് ഈ യുവതിയെ വോട്ട് ചെയ്യാൻ അനുവദിച്ചത്, വോട്ട് ചെയ്യാനുള്ള അനുവാദം നൽകിയത്. അത് ഓർക്കണം, 1 മണിയോടുകൂടി എത്തിയ യുവതിക്ക് ഏതാണ്ട് 6 മണിക്ക് ശേഷം ഇത്തരത്തിലൊരു അനുവാദം നൽകുകയാണ് ചെയ്തത്. ആ സമയത്ത് ദൃശ്യങ്ങൾ പകർത്തുന്ന മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടെ ഉന്തും തള്ളും ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പാസ് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ കവറേജിൽ എത്തിയത്. അതിനിടയിലാണ് മാധ്യമപ്രവർത്തകരെ തള്ളി പുറത്താക്കാൻ VS സുനിൽകുമാർ സംസാരിക്കുന്നുണ്ട്. എത്തിച്ച ഈ പ്രിസൈഡിംഗ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്തേ പറ്റൂ. പ്രിസൈഡിംഗ് ഓഫീസർ സസ്പെൻഡ് ചെയ്യണം. പ്രിസൈഡിംഗ് ഓഫീസർ സസ്പെൻഡ് ചെയ്യണം. അതായത് ആ യുവതി വോട്ട് ചെയ്ത് പുറത്തേക്ക് വരികയാണ്. ഈ വോട്ട് ചെയ്യാൻ ഇത്ര സമയം വോട്ട് എന്തുകൊണ്ട് നിഷേധിച്ചു എന്നുള്ള കാര്യം വ്യക്തം. അവര് പ്രതികരണം തരണം. ആ സ്റ്റിച്ചിട്ട് വിരൽ, അതാണ് വോട്ടിങ്ങിന് തടസ്സമായത്. ആ കുട്ടി വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. അവർ ഇത്രയധികം നേരം, ഒരു നിമിഷം, അതെ, എല്ലാവരും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. ഇവിടെ വലിയ സംസാരിക്കാൻ ഇപ്പോൾ ഒരു സാഹചര്യം ഉള്ളതായി തോന്നുന്നില്ല. എന്തായാലും ഉച്ചയോടുകൂടി വോട്ട് ചെയ്യാനെത്തിയ ഈ യുവതിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം വൈകുന്നേരം വരെ വോട്ട് ചെയ്യാൻ കഴിയാഞ്ഞോടുകൂടി എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു. നിലപാട് എന്തായിരുന്നു? അവർ എന്താണ് തടസ്സം പറഞ്ഞത്? എന്റെ കൈന്റെ ഇത് അഴിച്ചു മാറ്റാണെന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് വിശ്വാസമാണെങ്കിൽ എനിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത്. അവര് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അവര് വിശ്വസിക്കാനായിട്ട് തയ്യാറാവണില്ല. മേലുദ്യോഗസ്ഥരോടെ വിളിച്ച് പറയിച്ചിട്ട് അവർ നേരിട്ട് ഇടപെട്ടിട്ടും അവര് ഒന്നിനും തയ്യാറായില്ല. ഇപ്പോ 6 മണി സമയം 1:30
ഒന്നാണ് ഞാൻ. ഇത്ര മണിക്കൂറിനൊടുവിലാണ് എനിക്കിത് ചെയ്യാൻ സാധിച്ചത്. അക്ഷയ, ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഇന്ന് നടന്ന നിങ്ങളുടെ അനുഭവത്തെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ഈ രീതിയിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇല്ല, ഇത് എനിക്കുള്ള അനുഭവം ആർക്കും ഉണ്ടാകരുതെന്നാണ് എന്റെ ആഗ്രഹം. അതെ, ഞാൻ ഇവിടെ 1:30 വന്നാണ്. എന്റെ മോളും ഞാനും എന്റെ അച്ഛനും അമ്മയും വന്നതാണ്. അമ്മ തിരിച്ചു പോയി. ഞാനും എന്റെ അച്ഛനും 1:30 വന്നിട്ട് ഇതിപ്പോ 6 മണി സമയം. ഞാനും അച്ഛനും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. നിങ്ങളുടെ വിവരങ്ങളൊന്നും പറയും. ഏത് സ്വദേശിയാണ്, എവിടുന്ന് വന്നാണ്, അത്തരം കാര്യങ്ങൾ? ഞാൻ എന്റെ സ്വന്തം വീട് കണ്ണംകുളങ്ങര, ഹസ്ബൻഡിന്റെ വീട് അനന്തപുരം. ഞാൻ അവിടെ നിന്നാണ്. അവർ ഷൗട്ടിയോ മറ്റോ ചെയ്തതായിട്ട് ഉള്ളിൽ പോയ സമയത്ത് അങ്ങനെ അച്ഛനടക്കമുള്ള ആളുകളോട് പറഞ്ഞു. അവര് ഇത് ഇഞ്ചുറി കാണണം എന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു. എന്ത് പറഞ്ഞിട്ടും ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഓഫീസർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആളിത് അപ്പോ വിരലില്ലാത്തവർക്ക് മാത്രം മറ്റേ ഫിംഗറിൽ ഇത് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആള് പറഞ്ഞത്. മറ്റ് സഹപ്രവർത്തകരടക്കം മറ്റു വിരൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോ ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് നിയമവിരുദ്ധാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു, അവരെ കാര്യങ്ങൾ അറിയിച്ചു. അതിനുശേഷം അക്ഷയെ അവരെ വിളിച്ച് സംസാരിച്ചു. കളക്ടർ വിളിച്ച് പറയിക്കുന്നു പറഞ്ഞിട്ടും കളക്ടർ വന്നാലും എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ആള് ഓഫീസർ. ഇത്ര ഫൈറ്റ് ചെയ്തിട്ട് ഒരു വോട്ട് ചെയ്തപ്പോൾ എന്താണ് കുറെ കാലമല്ല വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നു. ജനാധിപത്യത്തിന് വേണ്ടി വോട്ട്. അതെ, ഇത്ര മണിക്കൂറുകൾ സങ്കടം തോന്നിയിരുന്നോ? വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സങ്കടം? അതെ, ഇത്ര മണിക്കൂർ വീഴ്ച നിന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റിയോ ഇല്ലയൊന്നും അറിയാത്തതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വോട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷിക്കുന്നു. ഭക്ഷണം കഴിച്ചില്ല, അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ ഇമോഷണൽ ആയിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയമായിരിക്കും കടന്നുപോയത് അല്ലേ? അതെ അതെ, എല്ലാവരും വിളിച്ചു പറയലും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേറെ അതൊന്നും പോരാ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അക്ഷയ്ക്ക് ഇത് കേൾക്കാൻ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ പരിക്കു പറ്റിയിരുന്നു, സ്റ്റിച്ചിട്ടിരുന്നു. 1:30 എത്തിയതായിരുന്നു പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനായി. തന്റെ ഏറ്റവും പ്രാധാന്യമുള്ള അവകാശം, വോട്ടവകാശം വിനിയോഗിക്കാനായി എത്തിയതായിരുന്നു അക്ഷയ. പക്ഷേ ആ മുറിവ് കാണണം എന്ന ഓഫീസർ വാശി പിടിക്കുകയായിരുന്നു. തുടർന്ന് ഏതാണ്ട് 5 മണിക്കൂറോളം അക്ഷയ്ക്ക് അവിടെ കാത്തിരിക്കേണ്ടി വരികയാണ് ചെയ്തത്.